എല്ലാവർക്കും ഡി സിമ്പിൾ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട് പറ്റുന്ന നല്ല കിടിലൻ രുചിയിലുള്ള ഒരു ബീഫ് റോസ്റ്റ് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് കൊടുത്ത് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അരമണിക്കൂറിന് ശേഷം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഒരു കുക്കറിലേക്ക് മാറ്റി ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് 5 വിസിലിനൊന്ന് വേവിച്ചെടുക്കണം. ചൂടായി വന്ന പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് അല്പം തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്ത് തേങ്ങാക്കൊത്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. തേങ്ങാക്കൊത്തിന്റെ കളർ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് 10 അല്ലി വെളുത്തുള്ളി, 3 വറ്റൽമുളക്, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്, 2 പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. ശേഷം ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ വേണ്ട ഇത് നല്ലതുപോലെ വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 20 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് ചെറിയുള്ളി നന്നായിട്ട് വഴണ്ടു വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ വേണ്ട ചെറിയുള്ളി ഇവിടെ നല്ലതുപോലെ വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ വേണ്ട പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 8 മിനിറ്റോളം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്ന വെള്ളമൊക്കെ വറ്റി വരണം. അപ്പോൾ ഏകദേശം ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ നമ്മൾ സവാള ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് റോസ്റ്റിന് പ്രത്യേക ഒരു രുചിയായിരിക്കും. ഇനി ഒരു 5 മിനിറ്റ് കൂടെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതേണ്ട ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യുക. ഇതുപോലുള്ള നല്ല കിടിലൻ റെസിപ്പീസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.